കൃഷി വകുപ്പും വനം വകുപ്പും കേരളത്തിലെ പരാജയപ്പെട്ട രണ്ട് വകുപ്പുകൾ. എന്തുകൊണ്ട് ഈ വകുപ്പുകൾ കർഷക ദ്രോഹ വകുപ്പുകളായി മാറുന്നു? കേരളത്തിലെ പരാജയപ്പെട്ട രണ്ട് വകുപ്പുകൾ ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ സാധിക്കും അത് കൃഷി വകുപ്പും വനം വകുപ്പുമാണെന്ന്. ഈ രണ്ട് വകുപ്പുകൾ കൊണ്ടും കേരളത്തിലെ കൃഷിക്കാർക്കും അതുപോലെ മറ്റുള്ള ജനങ്ങൾക്കും യാതൊരു പ്രയോജനവുമില്ല. രണ്ട് വകുപ്പുകളും ജനങ്ങളെ എങ്ങനെ ദുരിതത്തിലാക്കാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഈ രണ്ട് വകുപ്പുകളും. കൃഷിക്കാരുടെ കണ്ണീര് കാണാൻ ഈ രണ്ട് വകുപ്പുകളും തയ്യാറല്ല. അവർക്ക് അതിനൊട്ട് സാധിക്കുന്നുമില്ല താനും. ഒരു വശത്തുകൂടി കാട്ടാനകൾ പോലുള്ള വന്യജീവികളുടെ ആക്രമണങ്ങളും കൃഷി നശിപ്പിക്കലും, മറ്റൊരു വശത്തുകൂടി ചെമ്മൻ ചെല്ലികൾ പോലുള്ള കീടങ്ങളുടെ ആക്രമണം. ഈ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കർഷകരെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ കേരളത്തിൽ സംജാതമായിരിക്കുന്നത്. പതിനായിരങ്ങളും ലക്ഷങ്ങളും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് ഈ വകുപ്പുകളിലൊക്കെ ഇരിക്കുന്നത്. ഒരു കാലത്ത് കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ ഈ കൊച്ചു കേരളം. എവിടെ നോക്കിയാലും തെങ്ങുകൾ കാണാമായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിലെ തെങ്ങുകളുടെ അവസ്ഥ എന്താണ്? അതുപോലെ തെങ്ങ് കൃഷി ചെയ്യുന്ന കർഷകരുടെ സ്ഥിതിയും എന്താണെന്ന് കേരളത്തിലെ സർക്കാരോ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരോ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഈ അടുത്ത കുറച്ചു നാളുകളായി കേരളത്തിലെ തെങ്ങ് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങയ്ക്ക് തരക്കേടില്ലാത്ത വില ലഭിക്കുവാൻ തുടങ്ങിയെന്നത് ശരി തന്നെയാണ്. എന്നാൽ ഈ തെങ്ങിനെ എങ്ങനെ വളർത്തി പരിപാലിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ തെങ്ങിനെ എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് തെങ്ങ് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിൽ രൂക്ഷമായ ചെമ്പൻ ചെല്ലിയുടെ ആക്രമണമാണ് തെങ്ങ് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. കാര്യം പറഞ്ഞാൽ കേരളത്തിൽ തെങ്ങ് ഗവേഷണ കേന്ദ്രവും അതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്ര വിഭാഗവും നിരവധി ശാസ്ത്രജ്ഞന്മാരും ഒക്കെയുണ്ട്. എന്നാൽ ഈ ചെമ്പൻ ചെല്ലിയുടെ ആക്രമണത്തിന് ഒരു പരിഹാര മാർഗം കണ്ടെത്താൻ ഈ ശാസ്ത്രജ്ഞർക്ക് ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇങ്ങനെയുള്ള കീടങ്ങളെ നശിപ്പിക്കാനുള്ള മാർഗം കണ്ടുപിടിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ വലിയ ശമ്പളവും വാങ്ങി ശാസ്ത്രജ്ഞരാണ് എന്ന് പറഞ്ഞ് ഇവർ ഈ കസേരകളിൽ ഇരിക്കുന്നത് എന്നാണ് കർഷകർ ചോദിക്കുന്നത്. എന്താണെങ്കിലും കേരളത്തിലെ കൃഷി ഡിപ്പാർട്ട്മെന്റ് അമ്പേ പരാജയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കൃഷി വകുപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് കേരളത്തിലെ വനം വകുപ്പിന്റെ കാര്യവും. കർഷകരെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ കഴിയുമെന്ന ഗവേഷണത്തിലാണ് ഈ വകുപ്പിലെ ഉദ്യോഗസ്ഥരും. വനത്തിനുള്ളിൽ ജീവിക്കേണ്ട ജന്തുക്കളെല്ലാം ഇപ്പോൾ ജനവാസ മേഖലകളിലാണ് യഥേഷ്ടം വിഹരിക്കുന്നത്. മനുഷ്യജീവൻ സംരക്ഷിക്കാനോ മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് സംരക്ഷണം നൽകാനോ വനം വകുപ്പ് തയ്യാറല്ല. ഉദ്യോഗസ്ഥർക്ക് മാസാമാസം കിട്ടാനുള്ള ശമ്പളം കിട്ടണം, മറ്റുള്ളവർ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ എന്ന കാഴ്ചപ്പാടാണ് ഈ വകുപ്പുകൾക്കുള്ളത്. എന്താണെങ്കിലും പരാജയത്തിന്റെ പടുകുഴിയിലാണ് ഈ രണ്ട് വകുപ്പുകളും എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരിയായി ഭരിക്കാൻ അറിയാവുന്നവരെ വേണം ഭരണകർത്താക്കളാക്കുവാൻ. കേരളം ഈ അടുത്ത കാലങ്ങളിൽ കണ്ടതിൽ വെച്ച ഏറ്റവും നല്ല കൃഷി മന്ത്രിയായിരുന്നു കഴിഞ്ഞ പിണറായി സർക്കാരിലെ VS സുനിൽകുമാർ എന്ന സത്യം പറയാതിരിക്കാൻ കഴിയില്ല. ഈ വകുപ്പുകൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ മൂന്നാം പിണറായിയുടെ മൂന്നാം തുടർഭരണം എന്ന സ്വപ്നത്തിന് തിരിച്ചടിയാകുന്നത് ഈ വകുപ്പുകളുടെ ദുർഭരണമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകില്ല.